അതായത് 9 കലശക്കുടങ്ങളിൽ തീർത്ഥം നിറച്ചിട്ട് മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അത് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതാണ് നവകാഭിഷേകം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് പരബ്രഹ്മരൂപിയായിട്ടായിരിക്കും ഭഗവാൻ ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഷ്ടചിന്തകളെയും മാറ്റിയിട്ട് മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് നവകാഭിഷേകം കണ്ടു തൊഴുന്നത് എന്ന് പറയാം കേട്ടോ. പിന്നെയാണ് പന്തീരടി പൂജ വരുന്നത്. പന്തീരടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 അടി എന്നാണ് അർത്ഥം. അതായത് ഇപ്പോൾ സൂര്യൻ ഉദിച്ചുയർന്നിട്ട് നിഴലൊക്കെ വീഴുന്ന ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ കാൽപാദം വെച്ചിട്ട് ഇങ്ങനെ ഓരോ അടി വെച്ച് അളക്കുക എന്നൊന്ന് ഊഹിക്കുക. അങ്ങനെ അളക്കുന്ന സമയത്ത് 12 അടി എപ്പോഴാണോ വരുന്നത് ആ സമയത്താണ് പന്തീരടി പൂജ വരുന്നത് കേട്ടോ. വെണ്ണയും വെള്ളനേതിയും ശർക്കര പായസവും പാൽപ്പായസവുമാണ് ആ ഒരു സമയത്ത് നേദിക്കാറുള്ളത്. ഗുരുവായൂരപ്പന് അലങ്കാരം ഉണ്ടായിരിക്കും കേട്ടോ. ഏകദേശം ഒരു 9 മണിക്കാണ് പന്തീരടി പൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്നത്. പിന്നെ 9 മണി മുതൽ 11:30 വരെ ഭക്തർക്ക് സുഖമായിട്ട് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും.